എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരളയുടെ മിഡ്സോൺ മീറ്റപ്പ് കാസ റിയോ റിസോർട്ടിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു പൂവിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ചെടി എന്ന് പറയുന്നത്. ഇത് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ടോർച്ച് ജിഞ്ചർ, റെഡ് ജിഞ്ചർ ലില്ലി, വൈൽഡ് ജിഞ്ചർ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ചെടിക്ക്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എറ്റിൽഗേര ഇലേറ്റർ എന്നാണ്. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഈ ഫ്ലവറിന് മണം ഒട്ടുമില്ല. ഇത് വളരെ ഹൈറ്റിലാണ് വളർന്നു നിൽക്കുന്നത്. ഏലം ചെടിയുടെ അത്രയും സാമ്യമുണ്ട് ഇതിൻ്റെ ഒരു ഇലയ്ക്ക്. ഏകദേശം 8 മീറ്ററോളം വലിപ്പം വയ്ക്കുന്ന ഒരു ചെടിയാണിത്. ഇത് സാധാരണയായിട്ട് ചട്ടികളിലൊന്നും വെക്കാൻ പറ്റത്തില്ല. കാരണം ഇതുപോലെ മരം പോലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ സ്പ്രെഡാവുകയും ചെയ്യും. സ്പ്രെഡായിട്ടാണ് വളരുന്നത് ഇത്. അതുകൊണ്ട് തന്നെ ചട്ടിയിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് മണ്ണിൽ വെക്കുകയാണ് നല്ലത്. അധികം വെയിൽ കിട്ടുന്നതും നനവുള്ള മണ്ണുമാണ് ഈ ചെടിക്ക് അനുയോജ്യം. നടാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കിഴങ്ങാണ്. ആമസോണിൽ ഇതിൻ്റെ വിത്ത് കിട്ടുന്നുണ്ട്. ഒരു പാക്കറ്റിന് 195 രൂപയാണ് ഈ വിത്തിന് വില വരുന്നത്. നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത ഒരു ചെടിയാണിത്. എന്നാൽ ഇപ്പോൾ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ എല്ലാവരും ഇത് കൃഷി ചെയ്ത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരു ഫ്ലവറിന് 30 രൂപ തുടങ്ങി 60 രൂപ വരെ കിട്ടുന്ന ഒരു പൂവാണിത്. ഈ പൂവെല്ലാം കൊഴിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പൈനാപ്പിളിൻ്റെ ഷേപ്പിലാണ് ഇത് നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ഈ പൂവിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കറേഷനൊക്കെ ഈ പൂവ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പൂവാണ് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പൂവ് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഏകദേശം പറിച്ചു കഴിഞ്ഞാൽ 10 ദിവസം വരെ ഈ ഫ്ലവർ വാടാതെ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ചെടിയാണ്. ഇടയ്ക്ക് പൊട്ടാഷ്യം അതുപോലെ തന്നെ NPK വളവും ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല ഈ പൂവ് ഉപയോഗിക്കുന്നത്. തായ്ലാൻഡിൽ ഇതിൻ്റെ ഈ പൂവിൻ്റെ ഇതൾ സോസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ മലേഷ്യയിൽ ഒരു തരം പുളിപ്പിച്ച നൂഡിൽസ് ഉണ്ടാക്കാറുണ്ട്. അതിലും ഇതിൻ്റെ ഇതൾ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് പാചകങ്ങളിലും ഈ ഒരു ജിഞ്ചർ ഫ്ലവറിൻ്റെ ഇതൾ ഉപയോഗിച്ചിട്ട് പാചകം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ടോർച്ച് ലില്ലിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് പറയാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് റഹീമാസ് വേൾഡ്.